ആ ഉണ്ണിയേട്ടാ, എന്തൊക്കെ സുഖം തന്നെ അങ്ങനെ പോകുന്നു. ഉണ്ണിയേട്ടാ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിന്നോ? ആ പോയിന്നല്ലേ? ആ, ഞാൻ ഡോക്ടർക്ക് മിഞ്ഞാന്ന് വിളിച്ച് സംസാരിച്ചിരുന്നു. ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ പോയിട്ട് എന്താ പറഞ്ഞു? ആ പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അതെല്ലേ? അപ്പൊ അവനെ ശരിയായിട്ട് വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതെല്ലേ? പിന്നെ ഞാൻ ഡോക്ടറെ വിളിച്ചപ്പോ ഇന്നും നാളെ ഡിസ്ചാർജ് ആവുന്നേ പറഞ്ഞത്. അതെ അതെ അതെ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നാളെ പോവാന്നാ പറഞ്ഞത്. അതെ, ഞങ്ങൾക്കൊന്ന് പോയി നോക്കിയാലോ? പോയി നോക്കാം അല്ലേ? ആയിക്കോട്ടെ, ഇന്നൊന്ന് പോയി നോക്കാം. ശരി ശരി, ഓക്കെ. പ്രഷർ ഓക്കെ അല്ലേ? 120/80. ഓക്കെ. പൾസോ? ഓക്കെ. ശരി, നോക്കാം. പ്രകാശ്, എങ്ങനെയുണ്ട് ഇപ്പോൾ? കുറവുണ്ട്, കുറവുണ്ട്. ഉറങ്ങിയോ? രാത്രി ഉറങ്ങിയോ? അങ്ങനെ ഉറക്കം കുറവാണ്. ഉറക്കം കുറവാണ്. വയറിന് ചെറിയൊരു എരിച്ചിൽ പോലെ ഉണ്ട്. വയറിന് എരിച്ചിൽ ഏതാണ് കൊടുത്തോ? വയറിന് എരിച്ചിൽ മരുന്നിൻ്റെ ആണ്, ശരിയായിക്കോളും. മരുന്ന് മാറുമ്പോൾ ശരിയായിക്കോളും. ഒരു പാൻറ്റൊക്കെ കൊടുത്തു. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ. ഇവരൊക്കെ ആരാ? ഇവര് നമ്മളെ സുഹൃത്തുക്കളൊക്കെയാണ്. ഇവര് പറഞ്ഞ ഷെരീഫ് നിങ്ങളാണ്? ഷെരീഫ് ശരി, ഞാനാണ്. ഒന്ന് വരും വരും. ഒരാഴ്ചക്ക് മരുന്ന് ചെയ്തിട്ടുണ്ട്. മരുന്ന് കൃത്യമായിട്ട് കൊടുക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന വിധത്തിൽ വേണം ആളെ കൊണ്ടുനടക്കാൻ. കൂടുതൽ ടെൻഷനുള്ള കാര്യങ്ങളിലൊന്നും ആളെ ഇടപെടുത്തരുത്. ഓക്കെ. മരുന്നിനേക്കാൾ കൂടുതൽ അതിനാവശ്യമുള്ളത് നിങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ സ്നേഹവും പരിചരണവും ഇടപഴകലുമാണ് ഓനെ കൂടുതൽ റിക്കവർ ചെയ്ത് കൊണ്ടുവരിക. പഴയ അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. അത് നിങ്ങളുടെ കഴിവാണ്. അത് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകണം. അതുകൊണ്ട് എല്ലാ സപ്പോർട്ടും സഹകരണങ്ങളും ചെയ്തു കൊടുക്കണം. ഓക്കെ, ശരി. ഇറങ്ങി ഇറങ്ങി ഉണ്ണിയേട്ടാ, പ്രകാശേ, ഇറങ്ങടാ, ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. എന്തപ്പോ ഇവിടെ ഉണ്ണേട്ടാ? എന്തപ്പോ ഇവിടെ? ഒരാ ചായ എന്തേലും കുടിക്കാനാവും. എനിക്ക് ചായ ഒന്നും വേണ്ട, നിങ്ങൾ പോയിട്ട് വാ. ഇറങ്ങി ഉണ്ണിയേട്ടാ, അപ്പൊ നമുക്ക് പോയേക്കാം. ഉണ്ണിയേട്ടാ, പ്രകാശ് വാ. നോക്ക് വീട് എങ്ങനെ ഉണ്ടോക്ക്? അതൊക്കെ ഉണ്ട്. വീട് എങ്ങനെയുണ്ട്? രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടില്ലേ ഉണ്ണിയേട്ടാ? പിന്നെന്താ അല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അടിപൊളി. ഞാനിപ്പോ ഗൾഫിൽ നിന്ന് വന്നിട്ട് എത്ര ദിവസമായി എന്നപ്പോ ഉണ്ണിയേട്ടങ്ങൾ വിചാരം? 3 മാസമായി. ഞാൻ അടുത്ത ആഴ്ച പോവാണ്. എനിക്കൊന്നും ഓർമ്മല്ല. ശരിക്കേ, ഈ മനസ്സിലൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഈ വന്ന സമയത്ത് ഞാൻ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മളെ പ്രകാശിന്റെ കാര്യം ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു പോയില്ല. ഒന്നും വിചാരിക്കണ്ട. എൻ്റെ മനസ്സിലൊന്നുമില്ല ഉണ്ണിയേട്ടാ. നിങ്ങളൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തിയപ്പോൾ മനസ്സ് വല്ലാതെ വിഷമിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ അതിനൊക്കെ പരിഹാരമായിട്ടാണ് ഞാൻ ഈ വീട് പ്രകാശിന് വേണ്ടി കഴിച്ചത്. എൻ്റെ പ്രകാശിന് വേണ്ടി അല്ല, നമ്മളെ പ്രകാശിന് വേണ്ടിയിട്ട് ഉണ്ണിയേട്ടാ. പ്രകാശ, ഈ വീട് നീ എനിക്ക് തന്ന പണത്തിൻ്റെ പ്രത്യുപകാരമായിട്ടല്ല, മറിച്ച് ഇതെൻ്റെ ഒരു കടമയാണ്. പ്രകാശ, ഇത് നീ എനിക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ കൊണ്ടുപോയി വെച്ചില്ലേ,
ആ അതാരാണ് എന്നാ ധൈര്യമായിട്ട് വാങ്ങിക്കടാ. ഉണ്ണിയേട്ടാ അടുത്ത ആഴ്ച ഞാൻ പോവാണ്. ഉണ്ണിയേട്ടാ ഈ നിമിഷം മുതൽ നമ്മളെ പ്രകാശിന് ഒരു കടമില്ലാത്ത ആളാണ്. പ്രകാശ ഉണ്ണിയേട്ടാ ഞാൻ പോവാണ്. ഉണ്ണിയേട്ടാ ഇവിടെ വരി. ദാ ഇത് വെച്ചോളി. എപ്പോഴും ഉണ്ണിയേട്ടാ പള്ളടിക്കരുത്, എപ്പോഴേലും രണ്ടെണ്ണമൊക്കെ. ഇത് നമ്മളാ പാട്ടുണ്ടല്ലോ, എന്താണ് അതിരു കാക്കും മലയൊന്നു തുടുത്തേ തുടുത്തേ തകതകത, അതല്ലേ? അതന്നെ. എന്നാ ശരി ഉണ്ണിയേട്ടാ ഞാൻ പോവാ. പ്രകാശ് ഓക്കെ.